നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന RRB എക്സാംസ് അല്ലേ? റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള PO പോസ്റ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ എന്നും പറയും, അല്ലെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 എന്നും പറയും, ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയും. ഈ പോസ്റ്റുകളിലേക്കുള്ള എക്സാംസിനെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതാണ്. ജസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയണ്ടേ? ചുമ്മാ എക്സാം എഴുതാം, എല്ലാവരും എഴുതുന്നുണ്ട്, കൂടെ എഴുതാം. എന്തൊക്കെ കയ്യിൽ കിട്ടും, എത്ര രൂപ സാലറി കിട്ടും, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഇനി അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലുന്നുണ്ട്, ആരാ ഓഫീസർ, ആരാ ക്ലർക്ക്. ഇപ്പോൾ ഞാനൊരു ഓഫീസിലേക്ക് കയറി ചെല്ലാം. ഏത് ഓഫീസിലേക്കാണ്? നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്കാണ് കേരളത്തിലുള്ള. മലയാളികളല്ലേ നമ്മൾ? അപ്പോൾ മലയാളികളുടെ അടുത്തുള്ളത് ഏതാ? കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ KGB എന്ന് വിളിക്കും. നിങ്ങൾ അവിടേക്ക് കയറി ചെന്നു, ആരാണ് നിങ്ങളെ സ്വീകരിക്കുന്നത്? അതേപോലെ ആരുടെ അടുത്താണ് നിങ്ങൾ ആദ്യം പോകുന്നത്? ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ചെക്കൊക്കെ, അതാരാ? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? അതിനെക്കുറിച്ച് അവർക്കൊക്കെ എത്ര ശമ്പളം കിട്ടും, സാലറി കിട്ടും, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആരെക്കുറിച്ച് നോക്കാം? ക്ലർക്ക് ആയിക്കോട്ടെ. RRB ക്ലർക്ക്, എത്ര രൂപ സാലറി കിട്ടും? നമ്മളുടെ കയ്യിൽ ഗ്രോസ് മന്ത്ലി IBPS ഏകദേശം 35-37,000 രൂപ, ഒരു 40,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കയറുമ്പോൾ കയ്യിൽ ശമ്പളം കിട്ടും. ആലോചിച്ച് നോക്കി, ഒരു എക്സ്പീരിയൻസും ഇല്ല നിങ്ങൾക്ക് അല്ലേ? ചുമ്മാ 2 എക്സാം എഴുതിയാൽ മതി. ഒരു പ്രിലിമിനറി എക്സാമും, അതേപോലെ പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യത്തെ എക്സാമും, ഒരു മെയിൻസ് എക്സാം എഴുതിയാൽ ഇൻ്റർവ്യൂ ഒന്നുമില്ല. കിട്ടുന്ന ശമ്പളം ഞാൻ പറഞ്ഞ 40,000 രൂപ. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 20-21 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഇപ്പോൾ പാസ് ഔട്ട് ആയ ഒരുത്തനാണ് അല്ലെങ്കിൽ ഒരുത്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 40,000 രൂപ ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നു, എല്ലാ ജോബ് സെക്യൂരിറ്റിയും അടക്കം. ഓക്കെ, അത് കൂടാതെ ട്രാവലിംഗ് അലവൻസ്, കുറേ അലവൻസുകളുണ്ട്. ബാങ്കിൽ ഏറ്റവും വലുത് എന്താ? ശമ്പളം മാത്രമല്ല, അലവൻസുകളുണ്ട്. ഒരുപാട് അലവൻസുകളുണ്ട്. എല്ലാത്തിനെയും കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണോ? ചെയ്തേക്കാം അല്ലേ? എന്നാലല്ലേ ഒരു ഉഷാറുള്ളൂ, ഒരു പഞ്ചുള്ളൂ നമുക്ക്. DA എന്ന് പറയുന്ന നമ്മളെല്ലാവരും കേൾക്കുന്ന എല്ലാ ജോലിക്കും ഉണ്ട് DA. ഹൗസ് റെൻ്റ് അലവൻസ്, HRA കിട്ടും നിങ്ങൾക്ക്. ലീസ്ഡ് അക്കമഡേഷൻ, അതായത് ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് റെൻറ്റ് ബാങ്കുകൾ കൊടുക്കും. അതുകൂടാതെ നമുക്ക് എന്താണ്, മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും. പെൻഷൻ ഉണ്ട്, ഓവർ ടൈം അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, അതൊക്കെ നമ്മൾ പണ്ടേയുള്ള അലവൻസുകളാണ്, അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധാരണ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ പൈസ എവിടെയാണ് ചിലവാവുക? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റിനും, നിങ്ങൾ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ സ്പൗസ്, നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്, വൈഫ്, ഹസ്ബൻഡ്, നിങ്ങളുടെ കുട്ടികൾക്ക്, എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപ്പോൾ നമ്മൾ അതിന് വേറെ പൈസ നമ്മൾ ചിലവാക്കണ്ട. അതുകൂടാതെ നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ, സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഹൗസിംഗ് ലോൺ കിട്ടും. പിന്നെ എന്താണ്, വെഹിക്കിൾ ലോൺ കിട്ടും, അതിലടിക്കാനുള്ള പെട്രോളിൻ്റെ പൈസ കിട്ടും. പുറത്ത് താമസിക്കുകയാണെങ്കിൽ വാടക, HR അലവൻസ്, അങ്ങനെ എല്ലാ അലവൻസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലറിക്കൽ പോസ്റ്റുകളിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, ഞാൻ എടുത്ത് പറയാം. നിങ്ങൾ ഈ കേൾക്കുന്ന അലവൻസുകളൊന്നും ക്ലർക്കിന് കിട്ടുന്നതല്ല. ക്ലർക്കിന് ചെറിയ പരിമിതിയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ മെജോറിറ്റി അലവൻസുകൾ കുറച്ച് ഈസിയാണ് ക്ലർക്കിന് കിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ടും കിട്ടുക ആർക്കാ? ഓഫീസർ പോസ്റ്റ്. അത് നമുക്ക് വരാം. ഓക്കെ, ക്ലർക്കിന് പറഞ്ഞാൽ കുറച്ച് പരിമിതികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അലവൻസിൽ കുറച്ച് കുറവുണ്ടാവും, ഓഫീസറിൻ്റെ അത്രയും ഉണ്ടാവില്ല ക്ലർക്കിലേക്ക് വരുമ്പോൾ. എന്നിരുന്നാൽ കൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി എന്താണ് ഗ്രോത്ത്? നിങ്ങൾ ജോലിക്ക് കയറിയാൽ എങ്ങനെയാണ് നമുക്ക് ഉയരാൻ പറ്റുക? ക്ലർക്കൽ പോസ്റ്റിൽ നിന്ന് ഇത്ര ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PO ആവാൻ പറ്റും, ഓഫീസർ ആവാൻ പറ്റും. അത് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ബ്രാഞ്ച് മാനേജർ, സീനിയർ മാനേജർ, അങ്ങനെ ഒരുപാട് തസ്തികകളിൽ കയറി ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാവാം? GM ആയിട്ട് വരെ റിട്ടയർഡ് ആവാൻ പറ്റും. ജനറൽ മാനേജർ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ. കുറച്ച് എക്സാംസും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ അതിലുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് ജോലിക്കായാലും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവില്ലേ? അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ മാനേജർ വരെ ആയിട്ട് റിട്ടയർഡ് ആവാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുമായി? ക്ലർക്കല്ലേ, എനിക്ക് വേണ്ട പറയുന്നവരുണ്ട്. ഞാൻ ഓഫീസർ മാത്രമേ ഉള്ളൂ. തെറ്റിദ്ധാരണയാണ് മക്കളെ. ക്ലറിക്കൽ പോസ്റ്റിന് കയറി കഴിഞ്ഞാൽ 40,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കയ്യിൽ കിട്ടും. അതിൻ്റെ അടുത്ത്. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ അലവൻസുകളിലൊക്കെ POൻ്റെ അത്രയും, അല്ലെങ്കിൽ ഓഫീസറുടെ അത്രയും, മാനേജറുടെ അത്രയും ഇല്ലെങ്കിലും അതിന് താഴെ നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അലവൻസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. വേണ്ട, ഇനി നിങ്ങൾ PO ആവാം. ഇത്ര സമയം കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷം
നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാം. ഓരോ പീരീഡ് ഉണ്ട്, അതിന് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് ഓഫീസർ ആയിക്കൂടെ? ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടാവും അവിടെ? ഇല്ല. കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ മാനേജർ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിട്ടയർഡ് ആവാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി എന്താണ് ജോലി? ഈ ക്ലർക്കിൻ്റെ ജോലി എന്താ? നമ്മൾ ആദ്യം പോകുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് ക്ലർക്കായിരിക്കും. ക്യാഷിലിരിക്കുന്ന ആൾ ക്ലർക്കായിരിക്കും. അതേപോലെ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന ആൾ എന്തായിരിക്കും? ക്ലർക്കായിരിക്കും. മാനേജിങ് എൻക്വയറി കൗണ്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കാണുന്ന ആൾ. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു അക്കൗണ്ട് ഹോൾഡേഴ്സ്, മാനേജിങ് വിഡ്രോവൽസ്, മാനേജിങ് റെസീപ്റ്റ്സ്, മാനേജിങ് ഇമെയിൽസ് ആൻഡ് ഡെലിവറി. ക്ലർക്സ് ആർ റെസ്പോൺസിബിൾ ഫോർ അസിസ്റ്റൻറ്റിങ് ദ ഹയർ ലെവൽ ഓഫീസേഴ്സ് ഇൻ ദ ഓഫീസ് വർക്ക്. അതായത് നമുക്ക് ആദ്യം കാണുന്ന നിങ്ങൾ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾ, അതേപോലെ ചെക്ക് ക്ലിയർ ചെയ്യാൻ കൊടുക്കുന്ന ആൾ, ക്യാഷിലിരിക്കുന്ന ആൾ, അതേപോലെ ഹയർ ആയിട്ടുള്ള ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ടാവും, ബ്രാഞ്ചിൽ ഡെപ്യൂട്ടി മാനേജർ ഉണ്ടാവും, സീനിയർ മാനേജർ ആയിട്ടുള്ള ബ്രാഞ്ച് മാനേജർ ഉണ്ടാവും. ഇവരെയൊക്കെ വർക്കിൽ സഹായിക്കുന്ന ആൾക്കാരാണ് ക്ലർക്ക്. ക്ലിയർ അല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മൾ കാണുന്ന ഈ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായിരിക്കും ക്ലർക്ക്. ഇപ്പം നിങ്ങൾ അയക്കുന്ന മെയിലുകൾ ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതൊക്കെ എന്തായിരിക്കാം? ക്ലർക്കായിരിക്കാം. അടുത്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന IBPS RRB PO ഓഫീസർ സ്കെയിൽ 1. ഓക്കെ, എത്ര ശമ്പളം കിട്ടും? ഞാൻ പറഞ്ഞു ഏകദേശം നമ്മൾ ഇതാക്കിയെടുക്കുന്നു. ഇവർ ഏകദേശം 75,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാലറി ലഭിക്കാം. ഓരോ സിറ്റിയും കാര്യങ്ങളനുസരിച്ച് അലവൻസുകളും കാര്യങ്ങളനുസരിച്ച് എന്ത് ചെയ്യാം? അതിൽ വേരിയേഷൻസ് ഉണ്ടാവാം. എന്നിരുന്നാൽ കൂടി 70,000 70,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാലറി ലഭിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ഉണ്ടാവണം. ഓക്കെ, ആ ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര സാലറി. ആകെ 3 കടമ്പകൾ കടന്നാൽ മതി. ഓഫീസറാണ്, ഒരു ഇൻ്റർവ്യൂ കൂടിയുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ, ഒരു മെയിൻസ്, അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? സിറ്റി കോമ്പൻസേറ്ററി അലവൻസുകൾ, ട്രാവൽ അലവൻസ് എല്ലാത്തിനും കുറച്ച് കൂടുതലുണ്ടാവും. ലീസ്ഡ് അക്കോമഡേഷൻ നേരത്തെ പറഞ്ഞു, പെൻഷൻ സ്കീം, മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ്, ന്യൂസ് പേപ്പർ അലവൻസ്, ഓവർ ടൈം അലവൻസ്. ഇതിൽ ഓഫീസർക്ക് അത്യാവശ്യം കുറച്ചുകൂടി കൂടുതലുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം. ആരെ അപേക്ഷിച്ച്? ക്ലർക്കിനെ അപേക്ഷിച്ച് ഹൈ ആയിരിക്കും. ഇപ്പോൾ HRA അലവൻസ് നല്ല വ്യത്യാസം ഉണ്ടാവും, കൂടുതലായിരിക്കും. ലീസ് നമുക്ക് റെൻറ്റിന് താമസിക്കുന്ന അലവൻസ് എല്ലാം കുറച്ച് അധികം വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ സാലറിയിലും ആ വ്യത്യാസം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇൻഷുറൻസ്, അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഹൗസിംഗ് ലോണ്, വെഹിക്കിൾ ലോണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താണ് ക്ലർക്കിന് പറഞ്ഞത് അതെല്ലാ കാര്യങ്ങളും ഇവിടെ ആർക്കുണ്ടാവും? ഓഫീസർക്കും അവൈലബിൾ ആണ്. ക്ലർക്കിനേക്കാൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. ഉറപ്പല്ലേ? ക്ലർക്കിനേക്കാൾ വലിയ ആളാണ് ഓഫീസർ, സംശയം വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് കൂടുതലായിരിക്കും. ഇനി എന്താണ് ജോലി? റെസ്പോൺസിബിൾ പേഴ്സൺ ഇൻ ബാങ്ക്. എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഓഫീസർ പോസ്റ്റ് തൊട്ടുള്ള ആൾക്കാർക്കായിരിക്കും, അതിന് മേലെയുള്ള ആൾക്കാർ. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയില്ലേ നമ്മൾ. ടു മാനേജ് ദ ഡേ ടു ഡേ ബാങ്കിങ് ഓപ്പറേഷൻസ്, ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് പോർട്ട്ഫോളിയോ റേറ്റിംഗ്, ടു ടേക്ക് കെയർ ഓഫ് സിംഗിൾ വിൻഡോ ഓപ്പറേഷൻസ്, ടു ബി എ ടെല്ലർ, ഫോക്കസ് ഓൺ ദി അഗ്രികൾച്ചർ സ്കീംസ് ആൻഡ് പോളിസീസ്, പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്സ്, NPA റിക്കവറി. ഞാൻ പറഞ്ഞല്ലോ, ആ ബാങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും ഓഫീസർ. ലോൺ തിരിച്ചടവ്, ലോൺ കൊടുക്കൽ, അതേപോലെ ഗോൾഡ് ലോൺ, അഗ്രികൾച്ചർ ലോൺ, ഈ എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും ആര്? ഓഫീസർ. ക്ലർക്കിൻ്റെ ജോലികളും ആൾ ചെയ്യേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നിങ്ങളെ ഈ ക്ലർക്ക് നമ്മൾ സൈൻ ചെയ്ത് നിങ്ങൾ ചെക്ക് കൊടുക്കുമ്പോൾ ക്ലർക്ക് അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കും. അതാണ് ഓഫീസർ. അവരാണത് വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നത്? വെരിഫൈ ചെയ്ത് സൈൻ ചെയ്തിട്ട് ഓക്കെ പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ഓഫീസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓഫീസറുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മളുടെ കരിയർ ഗ്രോത്ത് PO ആയിട്ട് കയറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ക്ലർക്ക് ഇത്ര സമയം കൊണ്ട് എന്തായി? ക്ലർക്കൽ പോസ്റ്റിൽ കയറുന്ന ആൾ ഇത്ര സമയം കൊണ്ട് ഞാൻ പറഞ്ഞു PO ആയിരുന്നു. ദെൻ സെയിം പ്രോസസ്സ് ആരായിട്ട് റിട്ടയർഡ് ആവാം? ജനറൽ മാനേജറായിട്ട് റിട്ടയർഡ് ആവാം. ക്ലർക്കിനേക്കാൾ കുറച്ചുകൂടി വേഗമാവും. കാരണം എന്താ? ക്ലർക്കിൽ പോസ്റ്റിൽ കയറി കുറച്ച് സമയം എടുക്കില്ലേ PO ആവാൻ? അതിനുശേഷം സമയം എടുത്തിട്ടാണ് അടുത്ത പോസ്റ്റിലേക്ക് പോവുക. PO ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം കുറച്ചും കൂടി നമ്മളുടെ ഗ്രോത്ത് എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. സാലറിയും കൂടുതലാണ്, അലവൻസുകളും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മളുടെ എന്താണ് നമ്മളുടെ ഗോൾഡ് ബാച്ച് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡൗട്ടാണ്.
ഇപ്പോൾ എന്താണ് നമ്മുടെ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് കാര്യങ്ങൾ, അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. നമ്മളുടെ ക്ലാസ്സിൽ എന്താണ് ഒന്നും അറിയാത്തൊരു കുട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞു RRB എക്സാംസിന് ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, SBA PO പോലത്തെ പോസ്റ്റുകളിലേക്ക് ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട്. അതിൻ്റെ ട്രെയിനിങ് അടക്കം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോവുക. അപ്പോൾ A to Z കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യും, സ്പീഡ് ആൻഡ് ആക്യുറസി, മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം നമ്മളുടെ ഗോൾഡ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ, AI പ്രോഗ്രസ് ട്രാക്കർ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ അനാലിസിസ് ചെയ്യും, അത് ബേസ് ചെയ്ത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള പോർഷൻസിലേക്ക്, അതായത് നിങ്ങൾ എവിടെയാണോ വീക്ക് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ അറ്റൻഷനും കൂടി നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് എൻട്രിയിൽ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ വരികയാണ്, ഒട്ടും വൈകരുത്, അപ്ലൈ ചെയ്യാനും വൈകരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ആ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മളെല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ എപ്പോഴാണോ വന്നേ അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്